സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്കാരം അതിന്റെ സമയത്ത് നിന്നും തെറ്റിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മഗ്രിബ് നിസ്കാരത്തെക്കുറിച്ച് അവർ സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. സ്ത്രീകൾ അറിയേണ്ടത് യഥാർത്ഥത്തിൽ നോമ്പുകാർക്ക് നോമ്പ് തുറക്കുന്നതിന് വേണ്ടി അവൾ അടുക്കളയിൽ ജോലിയെടുക്കുന്നത്, അത്താഴത്തിന് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നത്, ഇതെല്ലാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നല്ല നീയത്തോടുകൂടി ചെയ്യുകയാണ് എങ്കിൽ പ്രതിഫലാർഹമായ കാര്യമാണ്. വീട്ടിലുള്ള നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുക, അതിനുവേണ്ടി ഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സഹോദരങ്ങളെ അവർക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ നിസ്കാരം പോലെയുള്ള നിർബന്ധ കാര്യങ്ങളിൽ നിന്നും അവരെ തെറ്റിച്ചു കളയാൻ പാടില്ല. അതിൽപ്പെട്ടതാണ് പല സ്ത്രീകളും മഗ്രിബ് വളരെ വൈകിട്ട് നിസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ആകാശത്തിരുട്ട് വരുന്ന സമയത്തേക്ക് തന്നെ മഗ്രിബിന്റെ വക്ത് അവസാനിക്കുന്നതാണ്. പലപ്പോഴും ക്ലോക്കിലുള്ള ഇശായുടെ ടൈം അത്രയും നേരം മഗ്രിബ് ഉണ്ട് എന്നുള്ളത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. പല സൂക്ഷ്മതയുടെ കാരണത്താലും ഇശയുടെ സമയം അല്പം വൈകിപ്പിച്ചാണ് പല നാടുകളിലും കൊടുക്കാറുള്ളത്. അതുകൊണ്ട് മഗ്രിബ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിനേക്കാൾ കാമണിക്കൂറോ അരമണിക്കൂറോ മുമ്പോ തന്നെ മഗ്രിബിന്റെ സമയം അത് അവസാനിക്കുന്നതാണ്. അത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് അവസാന സമയത്തേക്ക് മഗ്രിബ് വെക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. മറിച്ച് മഗ്രിബ് ബാങ്ക് കൊടുത്താൽ ഏറ്റവും വേഗത്തിൽ നിസ്കരിക്കേണ്ട നിസ്കാരങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകിച്ച് ആ മഗ്രിബ് നിസ്കാരം നല്ല ഉദ്ദേശത്തിലാണെങ്കിൽ പോലും അതങ്ങനെ വൈകിപ്പിക്കാൻ പാടില്ല. നോമ്പുതുറയുടെ ഉദ്ദേശത്തിലാണെങ്കിലും ശരി, അതിഥികൾക്കുള്ള സൽക്കാരം എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിലും ശരി. കാരണം ചിലർ അങ്ങനെയാണ്, വീട്ടിൽ നോമ്പുതുറ സംഘടിപ്പിക്കും. പക്ഷെ ആ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് അവരെ ആ അതിഥികളെ ആദരിക്കുന്നതോടൊപ്പം യഥാർത്ഥത്തിൽ ദീനിൽ ഒരുപാട് വീഴ്ചകൾ അവർക്ക് വരുന്നുണ്ട് എന്നുള്ളത് അവർ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്.